1000 മാസത്തേക്കാൾ ശ്രേഷ്ഠവും പരിശുദ്ധവും പരിഭാവനവുമായ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പരിശുദ്ധമാക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ശരീഫിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബൈത്തുൽ മഅ്മൂറിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് അവതരിപ്പിച്ച പരിശുദ്ധമാക്കപ്പെട്ട രാത്രി. ആ രാത്രിയാണ് ലൈലത്തുൽ ഖദർ. ഒരു രാത്രിക്ക് 83 വർഷത്തിന്റെ മഹത്വവും പവിത്രതയും ലഭിക്കുന്ന ഈ വിശുദ്ധമായ രാത്രി, ഈ രാത്രി എന്നാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതകളുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എന്നാൽ മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു വളരെ കൃത്യമായി ലൈലത്തുൽ ഖദറിനെ കണ്ടെത്താൻ ഒരു ഹിക്മത്ത്, ഒരു തന്ത്രം, ഒരു തിയറി ബഹുമാനപ്പെട്ടവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഇന്നഹാ തുഅലമു ഫീഹി ബിൽ യൗമിൽ അവ്വലി മിനശ്ശഹരി. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം ഏത് ദിവസത്തിലാണോ വരുന്നത് അതിനനുസരിച്ച് ലൈലത്തുൽ ഖദറിനെ കണ്ടുപിടിക്കാൻ കഴിയും എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഫഇൻ കാന അവ്വലുഹു, ബഹുമാനപ്പെട്ടവർ പറയുന്നതായിട്ട് ഇമാം ഖല്യൂബി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖല്യൂബിയുടെ 75-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുന്നത് കാണാൻ കഴിയും. എന്താണ് രേഖപ്പെടുന്നത്? ഫഇൻ കാന അവ്വലുഹു യൗമൽ അഹദി, ഒന്നാം ഞായറാഴ്ച ദിവസമാണ് ലൈലത്തുൽ ഖദർ റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസമെങ്കിൽ, അവിൽ അർബിയായി, റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം വരുന്നത് ബുധനാഴ്ചയോ ഞായറാഴ്ചയോ ആണെങ്കിൽ ഫഹിയ ലൈലത്തു 29-ാമത്തെ ദിവസമാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക. ബഹുമാനപ്പെട്ടവർ പറയുന്നു, യൗമൽ ഇസ്നൈനി, റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം അത് തിങ്കളാഴ്ച ദിവസമാണെങ്കിൽ ഫഹിയ ലൈലത്തു 21, ലൈലത്തുൽ ഖദർ വരുന്നത് 21-ാമത്തെ രാവിലാണ്. 21-ാമത്തെ രാവിലാണ് ലൈലത്തുൽ ഖദർ ഉണ്ടാവുക. ബഹുമാനപ്പെട്ടവർ വീണ്ടും പറയുന്നു, യൗമ സുലസായി, ചൊവ്വാഴ്ച ദിവസമാണ് റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം വന്നത് എങ്കിൽ, റമദാൻ 1-ാം തീയതി വന്നത് ചൊവ്വാഴ്ചയാണെങ്കിൽ, അബിൽ ജുമുഅത്തി, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാണ് റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം വന്നതെങ്കിൽ ഫഹിയ ലൈലത്തു 27, അത് 27-ാമത്തെ രാവിലാണ് എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. ഔ യൗമൽ ഖമീസി, വ്യാഴാഴ്ച ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം. ലൈലത്തുൽ ഖദർ വ്യാഴാഴ്ച ദിവസമാണ് റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം എങ്കിൽ ഫഹിയ ലൈലത്തു 25, റമദാൻ ഷരീഫിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ ഷരീഫിന്റെ ലൈലത്തുൽ ഖദർ ഉള്ളത് അത് 25-ാം രാവിലാണ്. ഔ യൗമസ് സബ്തി, അല്ലെങ്കിൽ 7-ാമത്തെ അല്ലെങ്കിൽ ശനിയാഴ്ച ദിവസമാണ് റമദാൻ ഷരീഫിന്റെ ഒന്നാമത്തെ ദിവസം എങ്കിൽ ഫഹിയ ലൈലത്തു 23, 23-ാം രാവിലായിരിക്കാം ലൈലത്തുൽ ഖദർ എന്ന് മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ മഹാന്മാർ, മഹത്തുക്കളൊക്കെ ഈ ഒരു വിശദീകരണം, ഈ ഒരു തിയറി അനുസരിച്ച് ജീവിച്ചപ്പോൾ അവർക്ക് ലൈലത്തുൽ ഖദറിനെ അനുഭവിക്കാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നും മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. കാന ശൈഖ് അബുൽ ഹസൻ, മഹാനായ ശൈഖ് അബുൽ ഹസൻ എന്ന് പറയുന്ന മഹാനായ സൂഫി വദൻ പറയുന്നു, വമുൻദു ബലഗ്തു മിനർ റിജാലി മാ ഫാതത്നി ലൈലത്തുൽ ഖദരി ബിഹാദിഹിൽ ഖായിദത്തിൽ മദ്കൂറ. ഈ ഖായിദ അനുസരിച്ച് എനിക്ക് പ്രായപൂർത്തിയായതിനു ശേഷം ഈ നിയമവും ഈ തിയറിയും അനുസരിച്ച് ഞാൻ ലൈലത്തുൽ ഖദറിനെ പരിശോധിച്ചപ്പോൾ എനിക്ക് കൃത്യമായ ലൈലത്തുൽ ഖദർ ലഭിച്ചു എന്ന് മഹാനായ ശൈഖ് അബുൽ ഹസൻ എന്ന് പറയുന്ന മഹാത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ വലിയ മഹത്വങ്ങളും തത്വങ്ങളുമുള്ള പരിശുദ്ധമാക്കപ്പെട്ട ലൈലത്തുൽ ഖദർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ദാർശനികനായ പണ്ഡിതനാണ്. ഏറ്റവും വലിയ ഹിക്മത്തിന്റെ, ഏറ്റവും വലിയ മഹത്വത്തിന്റെ, ഏറ്റവും വലിയ വിജ്ഞാനത്തിന്റെ പല കോടിയിൽ കയറിയ മഹാനായ സൂഫി വര്യനാണ് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഖായിദയാണിത്, അവിടുന്ന് ഉണ്ടാക്കിയ തിയറിയാണിത്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ചില പ്രത്യേക കശ്ഫുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം ബഹുമാനപ്പെട്ടവർ ഇക്കാര്യം രേഖപ്പെടുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.